എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും സന്തോഷും ഒപ്പം ഞങ്ങളുടെ ഭാര്യമാരുമായി കുട്ടിക്കാനത്ത് ഒരു റിസോർട്ടിൽ ഒരു 1 നൈറ്റ് സ്റ്റേയും അടുത്ത ദിവസം അവിടെ കറങ്ങി ദുൽഖർ സൽമാന്റെ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ചാർലി തടാകം ഒക്കെ വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചകളും ഒക്കെ കാണാൻ പോയ ഒരു ചെറിയ യാത്രാ വീഡിയോ ആണ് ഇന്നത്തെ ഈ കാഴ്ചകൾ. വൈകിട്ട് 5 മണിയോടെ ഞങ്ങൾ റിസോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ റൂമുകൾ 1-ാം നിലയിലായിരുന്നതിനാൽ നിർത്താതെയുള്ള കാറ്റ് ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ രാത്രി മുഴുവൻ അടിച്ചുകൊണ്ടിരുന്നതിനാൽ ചൂട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതേയില്ല. അതിലും മനോഹരമായൊരു കാര്യം, ബേർഡിങ്ങിന് പറ്റിയ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഉയരത്തിൽ വളർന്നു മുങ്ങി നിൽക്കുന്ന മരങ്ങളുടെ മുകൾ ഭാഗം ഞങ്ങളുടെ ബാൽക്കണിക്ക് നേരെ ആയിരുന്നത് കാഴ്ചകൾക്ക് മാറ്റ് കൂടുതൽ കൂട്ടി. വിവിധതരം പക്ഷികൾ ഞങ്ങൾക്ക് കാഴ്ചകൾ ഒരുക്കി. പാട്ട് കേട്ടും സ്വറ പറഞ്ഞും കാഴ്ചകൾ കണ്ടുമൊക്കെ ഞങ്ങൾ ആ സായാഹ്നം അവിടെ ശാന്തമായി ചെലവിട്ടു. വൈകിട്ടത്തെ ഡിന്നർ റെഡിയാണെന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി റെസ്റ്റോറൻറ്റിൽ ചെന്ന് സമൃദ്ധമായ അത്താഴം നിരവധി വിഭവങ്ങളുമായി ഞങ്ങൾ അകത്താക്കി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ 6 മണിയായപ്പോൾ തന്നെ ഉണർന്നു. അല്പസമയത്തിന് ശേഷം അതുവഴി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. രാവിലെ കുട്ടിക്കാനത്തിന്റെ കാഴ്ചയാണ് ഇവിടുന്നുള്ളത്. ഗുഡ് മോർണിംഗ്. രാവിലെ കുട്ടിക്കാനത്തോടെ ഒരു നടത്തത്തിന് ഇറങ്ങിയതാണ്. നല്ല സൂപ്പർ കാലാവസ്ഥയാണ്. ഭയങ്കര തണുപ്പില്ല. ഒരു 21 ടെമ്പറേച്ചർ കാണിക്കുന്നത്. അല്പനേരത്തെ കറക്കത്തിന് ശേഷം തിരികെ വന്ന് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും ചെന്നു. പുട്ടും കടലയും പൂരി ബാജിയും ഒക്കെയായി വീണ്ടും ആസ്വദിച്ച് കഴിച്ച ഒരു പ്രാതൽ. അല്പനേരം വീണ്ടും വിശ്രമിച്ച ശേഷം ഞങ്ങൾ തിരികെ കേക്ക റോഡിലേക്ക് പോകാതെ തേയിലത്തോട്ടങ്ങളിൽ കൂടെ പാമ്പനാർ ഭാഗത്തേക്ക് യാത്ര തുടങ്ങി.
ആദ്യം തന്നെ പോവാപ്സ് ടീ ഫാക്ടറിയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റിൽ കയറി ഞങ്ങൾ ഒരു ചായ കുടിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. കാര്യമായി ഞങ്ങളൊന്നും മേടിക്കാനായിട്ട് മുതിർന്നില്ല അവിടെ നിന്ന്. പിന്നീടുള്ള കാഴ്ച അതിമനോഹരമായ ചെറിയ വഴികളിൽ കൂടി ആയിരുന്നെങ്കിൽ പോലും അവിടെ മോശമായ റോഡുകൾ ഉണ്ടായിരുന്നിട്ടും നല്ല ഒരു യാത്രയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ചാർലി തടാകത്തിലോട്ടുള്ള യാത്രയാണ്. ആക്ച്വലി നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ചാർലി തടാകത്തിലോട്ടാണ് ഇപ്പം നമ്മളുടെ യാത്ര. അതിനിടയ്ക്ക് തേയിലത്തോട്ടങ്ങൾ കൂടിയുള്ള കാഴ്ചകളാണിതെല്ലാം. ഈ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. പക്ഷേ തമിഴിൽ എഴുതിയിരിക്കുന്ന എന്താണ് പേര്, എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ പോവാപ്സിൻ്റെ എസ്റ്റേറ്റിൻ്റെ പാമ്പനാർ എസ്റ്റേറ്റ് ഓഫീസിൻ്റെ ഭാഗങ്ങൾ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? അതാണ് അവിടുത്തെ ഒരേ ഒരു ഇഷ്യൂ. ശ്രീ കരിമാരിയമ്മൻ കോവിൽ ടെമ്പിളാണ്. ലാർഡം പത്മാപുരം ഈ സ്ഥലത്തിന്റെ പേര്. അല്പസ്വല്പം ഞങ്ങൾക്ക് പലയിടത്തും നിർത്തി വഴി തെറ്റിപ്പോയി. എന്നാൽ വീണ്ടും വഴി ചോദിച്ചുമൊക്കെ ഞങ്ങൾ ചാർലി തടാകത്തിലേക്ക് എത്തി. നമ്മൾ ലാർഡം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ലാഡ്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ചാർലി കുളത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടെ വെള്ളമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതായത് നമ്മളിവിടെ വന്നു സ്ഥലങ്ങളൊക്കെ കാണാനല്ലേ, ഏതായാലും ഒന്ന് നടന്നേക്കാമെന്ന് വെച്ചു. പോവാപ്സ് തേയില കമ്പനിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ തടാകം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാണെന്ന് മനസ്സിലായി. ഓക്കെ, നല്ല കാര്യം. പക്ഷെ നല്ല സൂപ്പർ സ്ഥലമാണ്, ആംബിയൻസ് ആണ്, കാറ്റുണ്ട്, ചൂടുണ്ട്. പക്ഷെ നല്ല നമ്മൾ നടക്കാട്ട് ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ചൂടുണ്ടെങ്കിലും തണുത്ത കാറ്റുള്ള കാരണം ഒട്ടും ക്ഷീണമില്ല. വഴിയിൽ റോഡിൽ വണ്ടി നിർത്തിയിട്ട് 2 മിനിറ്റ് അകത്തോട്ട് നടക്കേണ്ടതുണ്ടായിരുന്നു. അതാണ് തടാകത്തിൻ്റെ വെള്ളം ഉണ്ടാവുന്ന ഭാഗം. അതാണ് ഇവിടെ വെള്ളം ഉണ്ടാവുമായിരിക്കും. ഇതൊരു കൊക്കയാണ്. അതിനപ്പുറം അങ്ങോട്ട് നടന്നു നോക്കാം. വഴിയുടെ താഴോട്ട് വീണ്ടും കൊക്ക തന്നെയാണ്. ഇവിടെ നമ്മൾ കുളത്തിൽ വെള്ളമൊന്നും കണ്ടില്ലെങ്കിലും ഇവിടം വരെ വന്നുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല. അതുപോലത്തെ പ്രകൃതിയാണ്, സീനറി, കാറ്റ് എല്ലാം അടിപൊളി സ്ഥലമാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആൾക്കാർക്ക് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സ്ഥലമാണ്. ഈ ചെറിയ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനോ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.